നമസ്കാരം. അങ്ങനെ എമ്പുരാന് വേണ്ടിയുള്ള കാത്തിരിപ്പ് കഴിഞ്ഞു. നിരവധി സസ്പെൻസുകളോടുകൂടെയാണ് പടം ഇന്ന് റിലീസായത്. മോഹൻലാൽ പൃഥ്വിരാജ് കോംബോയുടെ എമ്പുരാന്റെ ആദ്യ ഷോ കഴിഞ്ഞു. ആദ്യ ദിനത്തിലെ ഹൈപ്പിൽ ആഗോളതലത്തിൽ 50 കോടി എമ്പുരാൻ ഉറപ്പിച്ചു. എന്നാൽ ഇതിൽ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ, ഇതിനപ്പുറത്തേക്ക് ചിത്രം കളക്ഷൻ കുതിപ്പുണ്ടാക്കുമോ എന്നറിയാൻ ഇനിയും ആയിട്ടില്ല. കാരണം ഇന്നത്തെ ഫാൻ ഷോയിൽ ഒന്നും വിലയിരുത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഫാൻ ഷോ ആയതുകൊണ്ട് തന്നെ ആദ്യ ഷോയിലെ കാഴ്ചക്കാരുടെ പ്രതികരണങ്ങൾ സിനിമയുടെ വിജയത്തിന് തെളിവാകില്ല. അതേസമയം മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാൻ തിയേറ്ററുകളിൽ തീ പടർത്തിയെന്നതിൽ ഒരു സംശയവുമില്ല. അഡ്വാൻസ് ബുക്കിംഗിലൂടെ മാത്രം എമ്പുരാൻ ആദ്യ ദിനം 50 കോടി ക്ലബിൽ എത്തിയിരുന്നു. മലയാളത്തിൽ ഇന്ന് വരെ ഒരു ചിത്രത്തിനും സ്വന്തമാക്കാൻ കഴിയാത്ത നേട്ടമാണിത്. ചിത്രത്തിന് മികച്ച അഭിപ്രായം കൂടി വന്നതോടെ ആദ്യ വീക്കെൻഡിലെ ഗ്ലോബൽ കളക്ഷൻ 100 കോടി തൊട്ടേക്കും. ഇതും പ്രതീക്ഷകൾ വയ്ക്കുന്നുണ്ട്. എന്തായാലും മലയാള സിനിമ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത റിലീസാണ് എമ്പുരാന്റേത്. വലിയ ആവേശം എല്ലാ തിയേറ്ററിന് മുന്നിലും ഉണ്ടായിരുന്നു. ലൂസിഫറിനോളം എത്തുമോ എമ്പുരാൻ എന്നതാണ് ഉയരുന്ന ചോദ്യം. ഇത് തെളിയണമെങ്കിൽ ഇനിയും 3 ദിവസമെങ്കിലും വേണ്ടിവരും. എങ്കിൽ മാത്രമേ കളക്ഷൻ വിശകലനം പൂർണ്ണമാകൂ. 250 കോടിക്ക് അടുത്ത് ചെലവായെന്നാണ് കണക്ക്. അത്രയും തുക തിരിച്ചു പിടിക്കുകയെന്ന വലിയ കടമ്പയാണ് സിനിമയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ കണ്ണുകളും മലയാളത്തിലേക്കാണ്. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെന്ന് പറയുന്ന മഞ്ഞുമൽ ബോയ്സിന് പോലും 200 കോടിയാണ് തിയേറ്റർ കളക്ഷൻ. അതായത് നിർമ്മാതാവിന് കിട്ടിയത് 100 കോടിക്ക് അടുത്ത തുക. ഈ കണക്ക് വെച്ചാണെങ്കിൽ 350 കോടിയെങ്കിലും തിയേറ്ററിൽ നിന്നും എമ്പുരാൻ കളക്ട് ചെയ്യേണ്ടതുണ്ട്. കിടിലൻ പടമാണെന്നും ഫസ്റ്റ് ഹാഫ് തകർത്തെന്നും ഉഗ്രൻ പടമാണെന്നും അടിപൊളി പടമാണെന്നൊക്കെയാണ് പ്രേക്ഷകർ സിനിമയെ വിശേഷിപ്പിച്ചത്. പൃഥ്വിരാജ് പണിയെടുത്തിട്ടുണ്ടെന്നും ലാലേട്ടൻ തകർത്തെന്നും ആരാധകർ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ 6 മണിക്കാണ് ആദ്യ ഷോ ആരംഭിച്ചത്. ഇടവേള സമയത്ത് തന്നെ ആളുകൾ മികച്ച പ്രതികരണം നടത്തി. പടം കഴിഞ്ഞിറങ്ങിയതോടെ ഈ ആവേശം കൂടുതൽ ശക്തമായി. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അപ്പനായി വരും അബ്രഹാം ഖുറേഷി, ധൈര്യമായി ടിക്കറ്റ് എടുത്തോളി, തീപ്പൊരി ഐറ്റമാണ്. ഇതൊക്കെയാണ് ഉയരുന്ന അഭിപ്രായങ്ങൾ. കൊച്ചിയിൽ ആദ്യ ഷോ കാണാൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങളും എത്തി. ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാള സിനിമയുടെ റിലീസിന് പ്രത്യേക സുരക്ഷ ഉൾപ്പെടെ ഒരുക്കി കേരള പോലീസും മുൻകരുതലെടുത്തു. തിക്കും തിരക്കും മൂലമുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കി വളരെ കരുതലോടെയാണ് റിലീസിംഗ് ദിനത്തെ സമീപിച്ചിരിക്കുന്നത്. ഹോളിവുഡിൽ നിന്നുൾപ്പെടെ വമ്പൻ താരനിര. റിലീസിന് മുന്നേ റെക്കോർഡുകൾ തിരുത്തി കുറിച്ച ചിത്രമാണിത്. മോഹൻലാലിന്റെ താരമൂല്യം ഉയർത്തുന്ന മുരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഒട്ടുമിക്ക തിയേറ്ററുകളിലും എമ്പുരാൻ തന്നെയാണ് ആദ്യ ഷോയായി പുറത്തു വന്നത്. എമ്പുരാൻ റിലീസിനോടനുബന്ധിച്ച് ബുധനാഴ്ച രാത്രി മുതൽ തന്നെ പല തിയേറ്ററുകളിലും ആരാധകരുടെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചിരുന്നു. ഇന്ന് രാവിലെ 6 മണി വരെ പലയിടത്തും ആഘോഷങ്ങൾ തുടർന്നു. പല സ്ക്രീനുകളിലും ഒരു ദിവസം മാത്രം ഒട്ടേറെ ഷോകളാണ് എമ്പുരാന് വേണ്ടി ഒരുക്കിയത്.